നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഐലൈനേഴ്സും അതേപോലെ തന്നെ ഐബ്രോ എൻഹാൻസേഴ്സും അതായത് ഐബ്രോ പെൻസിൽസും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി ഹോളാണ് കേട്ടോ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഈ പ്രോഡക്റ്റ് ഇത് നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നതാണ് ഐലൈനർ ഐബ്രോ പെൻസിൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ബഡ്ജറ്റ് റേഞ്ചിലുള്ള കുറച്ച് പ്രോഡക്റ്റ്സാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ചിലതൊക്കെ ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ്, ചിലതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇത് അത്യാവശ്യം നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഒന്നും തന്നെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ പോകെ ഓരോ വീഡിയോസിലായിട്ട് പറയാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പാക്കേജും ഫസ്റ്റ് ഇംപ്രഷൻ ഒന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത് 2 ഐബ്രോ പെൻസിലാണ്. രണ്ടും തന്നെ ഭയങ്കര ബഡ്ജറ്റ് റേഞ്ചിലുള്ളതാണ്. അണ്ടർ ₹200 ആണ്. പക്ഷേ ഇത് 150 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ബ്ലൂ ഹെവൻ്റെ ബ്രോ പെർഫെക്റ്റ് ഐബ്രോ എൻഹാൻസർ പെൻസിലാണ്. ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്. അത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത് റീപർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടാമത് റീപർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് ഇഷ്ടമായതുകൊണ്ട് റീപർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്? ഏറ്റവും വലിയ അഡ്വാൻറ്റേജും ഞാൻ വാങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ട്രാവൽ ഫ്രണ്ട്ലി ആണ്. കാരണം ഇതിന് കൂടെ ഒരു സ്പൂലി വരുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഐബ്രോ പെൻസിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കൂടെ ഒരു സ്പൂലി വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ സ്റ്റൈൽ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് സ്പൂലി കയ്യിൽ കരുതേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് എപ്പോഴും ഒരു സ്പൂലിനോട് കൂടെ വരുന്ന രീതിയിലുള്ള ഒരു ഐബ്രോ പെൻസിൽ വാങ്ങുന്നതാണ് നല്ലത് കേട്ടോ. ഇതിങ്ങനെ റിട്രാക്ട് ചെയ്യാൻ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണുള്ളത്. ഒരു സൈഡിൽ ഐബ്രോ, ഇത് ഡാർക്ക് ബ്രൗൺ ആണ്, ഇത് ഹണി ബ്രൗൺ ആണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈം ഡാർക്ക് ബ്രൗൺ ഏതുമാണ് വാങ്ങിയത്. ഇത് ഹണി ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. കാണിച്ചു തരാം ഷെയ്ഡ്. ഇതാണ് ഷെയ്ഡ് കേട്ടോ. ഇതെൻ്റെ ഐബ്രോസിന് പെർഫെക്റ്റ് ആണ്. കാരണം മറ്റേത് ഒരു പൊടിക്ക് ഡാർക്ക് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയിട്ട് ഈ ഒരു ഷെയ്ഡിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ സൈഡിലായിട്ട് ഇങ്ങനെ സ്പൂലി ഉണ്ട്. സോ റിട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റ് വേസ്റ്റ് ആയി പോവും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല, നമുക്ക് റിട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബ്ലൂ ഹെവൻ്റെ ബ്രോ പെർഫെക്റ്റ് ഐബ്രോ എൻഹാൻസർ ആണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ലിങ്ക്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റിലേക്ക് നോക്കാം. രണ്ടാമത്തേതും ഒരു ഐബ്രോ പെൻസിൽ തന്നെയാണ്. ഈ ബ്രാൻഡ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മുമ്പ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ വേറെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര പൊട്ട ഐബ്രോ പെൻസിലാണ്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട് വീഡിയോസിൽ. പക്ഷേ ഇവരുടെ ഈ ഒരു പെർട്ടിക്കുലർ ഐബ്രോ പെൻസിലിന് നല്ല റിവ്യൂസാണ്. ആൻഡ് കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലതാണെന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചത്. മീഡിയം ബ്രൗൺ എന്നുള്ള ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 499 രൂപയാണ്. പക്ഷെ 200 ആ ഒരു റേഞ്ചിൽ, അല്ലെങ്കിൽ ബട്ട് ഒരു 200-ish റേഞ്ചിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 499 ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് കേട്ടോ. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതും മറ്റേ ഐബ്രോ പെൻസിൽ പോലെ തന്നെ ഒരു സൈഡിൽ സ്പൂലി, മറ്റേ സൈഡിൽ ഐബ്രോ പെൻസിൽ സെയിം തന്നെയാണ്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ ഒരു ടിപ്പിൽ കുറച്ചും കൂടിയും ആ ബ്ലൂ ഹെവൻ്റെ വെച്ച് നോക്കുമ്പോൾ തിന്നായിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വൃത്തിയിൽ തിന്നായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ഇത് ഷെയ്ഡ് വരുന്നത്. ആ ഷെയ്ഡ് രണ്ടും സെയിം ആണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് പോയി, ഇത് വെറ്റ് ആൻഡ് വൈൽഡ് ആൻഡ് ഇത് ബ്ലൂ ഹെവൻ. അപ്പോൾ രണ്ടും സെയിം ഷെയ്ഡാണ്. ഷെയ്ഡിലൊന്നും വലിയ വ്യത്യാസമില്ല. പക്ഷേ ഇതിൻ്റെ ആ ഒരു ടിപ്പിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടിയും പോയിൻറ്റഡ് ആൻഡ് ഷാർപ്പായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ട് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും തോന്നുന്നു കേട്ടോ ഇത് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ്. ഇത് നമ്മൾ ഐബ്രോ പെൻസിൽ ഞാൻ 2 ഐബ്രോ പെൻസിലാണ് വാങ്ങിയിട്ടുള്ളൂ. ഓൾറെഡി എൻ്റെ അടുത്ത് 2 ഐബ്രോ പെൻസിൽ ഉണ്ട്. അപ്പോൾ ഞാൻ 2 കൂടിയേ വാങ്ങിയിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മളുടെ ഐലൈനേഴ്സിലേക്ക് കിടക്കാം കേട്ടോ. ഇത് മേബിലിൻ്റെ കൊളോസൽ ബോൾഡ് ലൈനർ ആണ്. ഇത് ഞാൻ ഇതിന് മുമ്പേ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ഐലൈനർ ആണ്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇതിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ. ഇഷ്ടമാണ് ഇതിൻ്റെ ടിപ്പ്. നല്ല ഈസി ആയിട്ട് നല്ല ബോൾഡ് ആൻഡ് വിങ് ഐലൈനറൊക്കെ വരയ്ക്കാൻ പറ്റും. നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ്. വാട്ടർ പ്രൂഫാണ്. അപ് ടു 16 hours വരെ, അല്ല അപ് ടു 24 hours വരെ ലാസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സ്മഡ് പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫാണ്. 249 ആണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ അണ്ടർ 200 rupees എനിക്ക് കിട്ടിയിട്ടുള്ളത് ആമസോണിന്.
അപ്പോൾ ഇത് നല്ല പ്രോഡക്റ്റാണ്, എല്ലാവർക്കും അറിയുണ്ടാവും, നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ, മെബിലിൻ്റെ കൊളോസൽ ഐലൈനർ. ഇത് ലാക്മേയുടെ ഐക്കോണിക് ഐലൈനർ ആണ് കേട്ടോ. ഇങ്ങനെയാണുള്ളത്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ വാങ്ങിയിട്ടുള്ള ഐലൈനർ ആണ്. റിവ്യൂസ് എല്ലാം നല്ല തന്നെയായിരുന്നു കേട്ടോ. മെബിലിൻ്റെ ആ ഒരു ബ്രഷില്ലേ ഇതിനേക്കാളും ഭയങ്കര തിന്നായിട്ടുള്ള ബ്രഷാട്ടോ. ബ്രഷ് അടിപൊളിയാണ്, എനിക്കിഷ്ടമായി. എനിക്ക് പൊതുവിൽ ഇങ്ങനെ തിന്നായിട്ടുള്ള ബ്രഷസ് ഇഷ്ടമാണ്. ആൻഡ് നല്ല ജെറ്റ് ബ്ലാക്കാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മെബലിനേക്കാളും ഒരു പൊടിക്ക് ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഒരു പൊടിക്ക് തന്നെയാണ് ഡാർക്ക് ലാക്മേയുടെ. ആൻഡ് ബ്രഷ് അടിപൊളിയാണ് കേട്ടോ, നമുക്ക് നല്ല പ്രിസൈസ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ബ്രഷാണ്. കണ്ടില്ലേ, നല്ല തിൻ ആൻഡ് നല്ല ലെങ്ത്തും ഉണ്ട്, നല്ല തിന്നാണ്, നല്ല ലോങ് ബ്രഷാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ബ്രഷും ഇഷ്ടമായി. ഫസ്റ്റ് ടൈം ബ്രഷാണ്, ഇതിൻ്റെ ഒരു കളറും ഇഷ്ടമായിട്ടുണ്ട്. പെട്ടെന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ, അപ്ലൈ ചെയ്തിട്ട്. നല്ല ജെറ്റ് ബ്ലാക്കാണ്. ഓക്കെ, അപ്പോൾ ലാക്മേയുടെ ഐക്കോണിക് ഐലൈനർ ഇതാണ് നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ്. 250 റുപ്പീസാണ് ഇതും നല്ല ഡിസ്കൗണ്ടിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് ഭയങ്കര ബഡ്ജറ്റിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ്. 160 റുപ്പീസാണ് ഈ ഒരു ഐലൈനർ. ഇത് ബ്ലൂ ഹെവൻ്റെ ഇൻറ്റൻസ് ഐലൈനർ ഈസി സ്കെച്ചാണ്. ഇതൊരു പെൻ അല്ലെങ്കിൽ ഒരു സ്കെച്ച് ലൈനറാണിത്. പെൻ ലൈനേഴ്സിൻ്റെ ഒരു വലിയ ഫാനല്ല ഞാൻ, പക്ഷെ ഇതിന് അത്യാവശ്യം നല്ല റിവ്യൂസ് കാണും. എനിക്ക് പെൻ ഐലൈനേഴ്സ് പെട്ടെന്ന് ഡ്രൈ ആയി പോണ പോലെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്കറിയില്ല അതെനിക്ക് മാത്രമാണോ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന്. പക്ഷെ ഇതിന് നല്ല റിവ്യൂസ് കണ്ടതുകൊണ്ടും നല്ല വിലക്കുറവായിരുന്നു. 140 റുപ്പീസ് എന്തോ ആണ് ഞാൻ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച് വാങ്ങിയിട്ടുള്ളത്. കണ്ടില്ലേ, ഇത് നമ്മൾ സാധാരണ ഐലൈനേഴ്സ് പോലെയല്ല, എപ്പോഴും ഒരു ടിപ്പ് കുറച്ചും കൂടിയും ഒരു വലിയ ടിപ്പായിരിക്കും. എല്ലാം ഒന്നിനൊന്ന് വെച്ചാട്ടോ. കളറിൻ്റെ കാര്യത്തിൽ കളർ പേ ഓഫ് എല്ലാം എന്താ പറയുക, ഒന്നിനോട് ഒന്ന് കിടപിടിക്കുന്ന രീതിയിലുള്ളതാണ്. കളർ അടിപൊളിയാണ്. എനിക്ക് വരയ്ക്കാൻ അറിയില്ല എത്രത്തോളം ഈസി ആണെന്നുള്ള, യൂസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. വിങ് ഐലൈനറൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ്, ബ്ലൂ ഹെവൻ ഇൻറ്റൻസ് ഐലൈനർ എക്സ്ട്രീം ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 2 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇത് എക്സ്ട്രീം ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇത് എൻവൈബയുടെ ഐലൈനർ ആണ്. ഐലൈനർ എന്താ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വാങ്ങിയിട്ടുള്ള ഷെയ്ഡാണ് ഡിഫറെൻറ്റ്. ബ്ലൂ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാൻ ബ്ലൂ ഒന്നും അങ്ങനെ ട്രൈ ചെയ്യുന്ന ആളല്ല, പക്ഷെ എനിക്ക് എന്തോ ഒരു ആഗ്രഹം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന് വില നല്ല കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. ഇൻ കേസ് ഞാൻ യൂസ് ചെയ്തില്ലെങ്കിലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതിനെ കൊണ്ട്. 185 റുപ്പീസാണ്. എഗെയിൻ എനിക്ക് ഡിസ്കൗണ്ടിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ആപ്ലിക്കേറ്ററൊക്കെ നല്ലതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്കും ഗ്രീനും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, ഇതിൻ്റെ ബ്രഷ് അടിപൊളിയാണ്. ഇതാണ് ഷെയ്ഡ്. ഞാൻ ആക്ച്വലി ഈ ഒരു ബ്ലൂ അല്ല കേട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു ഡാർക്ക് ബ്ലൂ ഇല്ലേ, അതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. പക്ഷെ ആ ഷെയ്ഡ് ഇതിനകത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഈ ഒരു ബ്ലൂ ട്രൈ ചെയ്ത് നോക്കാം. എസ്പെഷ്യലി ട്യൂട്ടോറിയൽസ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല, അത് ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നു ബ്ലൂ ഐലൈനർ അപ്ലൈ ചെയ്തില്ല. കാജൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ബട്ട് ബ്ലൂ ഐലൈനർ ഞാൻ ട്രൈ ചെയ്തിട്ടേ ഇല്ല. അപ്പം നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. ഇത് ഇത്രയും പിഗ്മെൻറ്റഡ് ആണെങ്കിൽ ഇതിൻ്റെ ബ്ലാക്കും ഗ്രീനും ഒക്കെയും തന്നെ നല്ല പിഗ്മെൻറ്റഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ട്യൂട്ടോറിയൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും ഐലൈനേഴ്സും ഐബ്രോ എൻഹാൻസേഴ്സ് അല്ലെങ്കിൽ ഐബ്രോ പെൻസിൽസും ആണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. എല്ലാം ബഡ്ജറ്റ് റേഞ്ചിലുള്ളതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഇതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രഷും ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.